ഞങ്ങൾ ശരിക്കും ഫുഡ് കഴിക്കാനായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊരു ലോറിയും കുറച്ച് ലോറി പ്രാന്തന്മാരും വന്നപ്പം ടോപ്പിക്ക് തിരിഞ്ഞ് അവരായി മെയിൻ. കഴിഞ്ഞ വീഡിയോ നിർത്തിയിടത്ത് ഞാൻ തുടങ്ങട്ടെ. ഞങ്ങൾ ലോറിയൊക്കെ വെയർഹൗസിൽ കൊണ്ടിട്ടിട്ട് എല്ലാവരും കൂടെ വെച്ച് പിടിച്ചത് കിളിക്കൂട് ഷാപ്പിലോട്ടാണ്. കുറച്ച് ദിവസം മുമ്പ് ആരോ ഒരാൾക്ക് തോന്നിയ ഒരു കൊതിയാണ് ഷാപ്പ് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞ് എല്ലാവരെയും കൂടെ ഇവിടെ എത്തിച്ചത്. നേരെ പോയി നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി ക്യാബിൻ കണ്ടുപിടിച്ച് അവിടെ ഇരുന്നു. അമ്മ ഇരിക്കുന്ന അറ്റത്ത് തുടങ്ങി ആൾക്ക് ഓരോ ഐറ്റം ഓർഡർ ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. അതാകുമ്പോൾ നമുക്ക് കുറേ ഐറ്റംസും കിട്ടും. കുറേശ്ശെ ആണെങ്കിലും ഷെയർ ചെയ്ത് നമുക്ക് ഒരുപാട് ഫുഡ് കഴിക്കാമല്ലോ. ഓരോരുത്തർ കണ്ണുടക്കുന്ന ഒരു ഐറ്റം പറയുക, പറഞ്ഞ ഐറ്റം പിന്നെ അടുത്ത ആൾ പറയാതിരിക്കുക, അങ്ങനെയാണ് പ്ലാൻ. അങ്ങനെ നമ്മുടെ മെയിൻ ഐറ്റം എത്തി. മുന്തിരിക്കള്ളൊരു ഒരു കുടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾ ആ സ്പൈസി ഫുഡൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്യുന്നത് അടിപൊളിയല്ലേ. നമ്മുടെ ഷാപ്പിലെ ഫുഡെന്ന് പറയുമ്പം ഫുഡിൻ്റെ കൂടെ കള്ളും വന്നാലേ ആ കോംബോ സെറ്റ് ആവുള്ളൂ. ഫുഡ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു ഗ്ലാസ്സിലൊഴിച്ച് എല്ലാവരും അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒരു ക്വാളിറ്റി ചെക്കാണ് നടക്കുന്നത്. കള്ള് അടിപൊളിയായിട്ടുണ്ടായിരുന്നു അവിടുത്തെ. എല്ലാവരും കൂടെ കൂടി കഴിഞ്ഞാൽ പിന്നെ നല്ല തമാശയാണ്. ആരെങ്കിലും ഒരാളായിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ടാർഗറ്റ് ചേച്ചിയാണ്. വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ അതേ ഫുഡ് വന്നു കേട്ടോ. കള്ളപ്പം വന്നു, പൊറോട്ട വന്നു, ചിക്കൻ വന്നു, ബീഫ് വന്നു, താറാവ് റോസ്റ്റ് വന്നു, കാട ഫ്രൈ വന്നു, ഞണ്ട് വന്നു, പിന്നെ നമ്മുടെ സ്ക്വിഡ്, കുറച്ച് കണവ. ഇത്ര ഐറ്റമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതാണ് അതിൻ്റെ ബ്യൂട്ടി. ഓരോരുത്തർ ഓരോ ഐറ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എല്ലാം ഷെയർ ചെയ്ത് കഴിക്കാം. ഞങ്ങൾ ഇത്രയും പേര് ഇത്രയും ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചിട്ടും ഏകദേശം ഒരു 2000 രൂപയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അത് വളരെ റീസണബിളായിട്ടും തോന്നി, നല്ല ടേസ്റ്റും ആയിരുന്നു. അങ്ങനെ വയറും മനസ്സും നിറഞ്ഞു.